അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 അടുത്ത കാറ്റഗറി പോപ്പുലർ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാ മേഖലകളും നമുക്ക് കാണിച്ചു തരും. ഒരു മാഗസിൻ പോലെ പ്രസന്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ ലൈഫ് അതിനകത്തൂടെ നമുക്ക് പ്രസന്റ് ചെയ്ത് തരുന്നതും ഒക്കെ ആയിട്ട് എന്തിന് തുടക്കത്തിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഒരാൾ ഇന്ന് ടെലിവിഷൻ അവതാരകനാണ്. പല മേഖലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിനാണ് ഇന്ന് അവാർഡ് നൽകുന്നത്. The name is കാർത്തിക് സൂര്യ. വീഡിയോ ടിവിയിലെയും മലയാളം ഡിജിറ്റൽ വേൾഡിലെയും വൈബ്രന്റ് അവതാരകൻ ആര് എന്ന ചോദ്യത്തിന് പ്രേക്ഷകർ ഒന്നടങ്കം നൽകുന്ന ഉത്തരം. ചെണ്ട പഠിക്കുന്ന വീഡിയോയിലൂടെ കൊട്ടും മുട്ടുമായി തുടങ്ങിയ യൂട്യൂബ് യാത്ര ഇന്ന് 3.2 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ ജീവിതയാത്രയുടെ താളമായി മാറിയ മാജിക്. വ്ളോഗിംഗ് ചാനലിനപ്പുറം ലൈഫ് സ്റ്റൈൽ, ട്രാവൽ, ഫുഡ്, ഗെയിം ചലഞ്ചസ് തുടങ്ങി ഒരു സൂപ്പർ ഹിറ്റ് സിനിമ പോലെ കണ്ടന്റുകൾ കൊണ്ടൊരു എന്റർടൈൻമെന്റ് ഫൺ പാക്കേജ്. വ്ളോഗർ എന്ന ലേബലിനുമപ്പുറം തന്റെ പ്രേക്ഷകരുമായി ഇമോഷണൽ കണക്ഷൻ നിലനിർത്തുന്നതിൽ എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്ന വ്ളോഗർ. ഒരു സാധാരണ ജീവിതത്തെ എങ്ങനെ സൂപ്പർ ലൈഫ് സ്റ്റൈലാക്കി മാറ്റാമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ പോപ്പുലർ 2025 കാർത്തിക് സൂര്യ. Definitely the most popular lifestyle vlogger കാർത്തിക് സൂര്യ. കാർത്തികിനുള്ള അവാർഡ് ധ്യാൻ നൽകുന്നു. ഒപ്പം ക്യാഷ് പ്രൈസ് നൽകുന്നു നമ്മുടെ വയനാട് ലിയോ മെട്രോ കാർഡിയക് സെന്റർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TPV സുരൻ. ഒരുപാട് സന്തോഷം അമൃത TV ഇങ്ങനെ ഒരു അവാർഡ് നൽകാനായിട്ട് എന്നെ വിളിച്ചതിന്. കാരണം ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് ആണ് ഞാൻ തുടക്കം മുതലേ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ 1 8 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ 8 വർഷം ചാനൽ പൂർത്തിയായ ഈ നിമിഷത്തിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് 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 സന്തോഷം. എൻ്റെ ജീവിതത്തിൻ്റെ ഏറെക്കുറെ 8 വർഷം കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർനെറ്റിൽ തന്നെയുണ്ട്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഉയർച്ചകളും ഏറ്റവും വലിയ താഴ്ചകളും ഏറ്റവും വലിയ സന്തോഷങ്ങളും ഏറ്റവും വലിയ വിഷമകരമായ ഘട്ടങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഓഡിയൻസുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അവസാനമല്ല, അതിൻ്റെ എല്ലാം ഒരു പാതയിൽ ഇങ്ങനെ ഒരു അവാർഡ് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. നന്ദി പറയേണ്ടത് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കണ്ടന്റ് അല്ലെങ്കിൽ ലൈഫ് കണ്ടന്റ് ആക്കിയിട്ടും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന എൻ്റെ പാരൻസിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഇപ്പോൾ ഓഡിയൻസിനിടയിൽ ഇപ്പോൾ എൻ്റെ വൈഫിനോടുമാണ്. അപ്പോൾ അവരോടെല്ലാം എൻ്റെ ഹൃദയത്തിനോട് ഹലോ വൈഫേ. ഹലോ വൈഫേ. വർഷ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അവാർഡ് ഞാൻ വാങ്ങുമ്പോൾ എന്നെക്കാളും സന്തോഷം അവക്കാണ്. ഇപ്പോൾ എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ട്. ഇനി അങ്ങോട്ടും കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ അമൃത TV ആൻഡ് ധ്യാൻ ബ്രോ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ധ്യാൻ ബ്രോയുടെ ഹ്യൂമർ സെൻസും എന്തും ഫിൽട്ടർ ഇല്ലാതെ വിളിച്ച് പറയാനുള്ള ആ ഒരു എന്താണെന്ന് അറിയില്ല, ആ ഒരു എലമെന്റ് ഉണ്ട്. ആ എലമെന്റ് ആണ് ധ്യാൻ ബ്രോ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്, ആ ഒരു ജെനുവിനിറ്റി. അത് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മി ദിസ് അവാർഡ്. അവൻ എല്ലാവരും നന്ദി പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് പരിപാടി ഞങ്ങൾ ഒരുമിച്ച്, പക്ഷേ സബ്സ്ക്രൈബറായ എന്നോട് മാത്രം പറഞ്ഞല്ല. സബ്സ്ക്രൈബേഴ്സ് ആണ് എടാ ഏതൊരു എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോട് ഒരു വലിയ നന്ദി പറയണം. താങ്ക് യു സോ മച്ച് എന്റെ സബ്സ്ക്രൈബർ. അപ്പോ സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയ്ക്ക് തള്ളക്ക് വിളിക്കുന്നവരോടും എനിക്ക് മറുപടി പറയണം. നല്ലത് പറയുന്നതും ചീത്ത പറയുന്നതും ഇവരൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുപോകും, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരുടെ ധ്യാൻ ബ്രോ താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ. ഒരുപാട് നന്ദി ഈ നിമിഷത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടങ്ങിയത് ആ മറ്റേ വ്ളോഗ് തുടങ്ങുമ്പോ ചെണ്ട കൊട്ടി പഠിച്ചിട്ടാണല്ലോ തുടങ്ങിയത്. അതിപ്പോഴും ചെണ്ട പഠിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ എനിക്ക് അരങ്ങേറ്റം നടത്താൻ പറ്റിയിട്ടില്ല. എന്റെ ആദ്യത്തെ വ്ളോഗ് മുതല് ഞാൻ ചെണ്ട പഠിക്കുകയാണ്. 1-2 താളം ചെറുതായിട്ട് കൊട്ടുമെങ്കിലും എന്റെ ആശാൻ പറയും നീ അരങ്ങേറാറായിട്ടില്ല, നീ പഠിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ചെറിയ സാമ്പിൾ അടിക്കാൻ പറ്റുമോ? ചെണ്ടയോ? ചെണ്ട ഉണ്ടോ? ചെണ്ടയുണ്ടോ? എന്ത് ചോദ്യം! ഒരു ചെണ്ടയ്ക്ക് കൊണ്ടുവരൂ.
എനിക്ക് അറിയാന്നുള്ള ഒന്ന് ഗണപതികയാണ് തുടക്കത്തിൽ വായിക്കുന്നത്. ഇത് വായിച്ചിട്ടാണ് എല്ലാ മേളവും തുടങ്ങുന്നത്. ഓക്കെ, ചെണ്ടയല്ല ഔട്ട് ഓഫ് ട്യൂൺ. സൂപ്പർ. പക്ഷെ ഞാൻ ഒഫീഷ്യലി അരങ്ങേറിയിട്ടില്ല. അപ്പൊ അമൃത ടിവിയിലാണ് എന്റെ അരങ്ങേറ്റം. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതിലും വലുതെന്തോ വരായിരുന്നു. അല്ല ആദ്യമായിട്ട് ഇതിൽ ഈ ഡ്രസ്സിൽ ചെണ്ട കൊട്ടിയതിന്റെ ഒരു എന്നെ തോളിയിരുന്ന ഒരു സിംഹം നോക്കൽ നീ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നതൊക്കെ. കാർത്തിക് സൂര്യ, വെരി വെൽ ഡിസേർവ്ഡ് അവാർഡ്. താങ്ക് യു സോ പറഞ്ഞേ മച്ച്. മതിയാവുള്ളൂ. പ്ലീസ് കണ്ടിന്യൂ മേക്കിംഗ്. ആ രീതിയിൽ തന്നെ ആ ക്വാളിറ്റി വ്ളോഗ്സ് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അതെ, താങ്ക് യു സോ മച്ച് മിഥുൻ ബ്രോ. എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കാഴ്ചവെച്ച് ഹാർഡ് വർക്കിലൂടെ മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ. അപ്പോൾ അതിലോട്ട് പോസിറ്റീവായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആരും മടിച്ചു നിൽക്കരുത്. കാരണം ഒന്നും പോവാനില്ല. ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് ഒരു റിഗ്രറ്റ് ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം, ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്, ഡെയർ ടു ഡ്രീം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. നമുക്ക് അദ്ദേഹത്തിനുള്ള ആദരം. സർ, ഞാൻ ഇനി അടുത്ത ഒരു അവാർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതിൽ കണ്ടത് തന്നെ എമേർജിംഗ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. നമ്മുടെ ലൈഫിൽ വളരെ മീനിങ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള മൊമെന്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗ്. അതിനാണ് അടുത്ത ഈ ഒരു അവാർഡ് നൽകുന്നത്. And this time, the Popular Lifestyle Vlogger Award goes to Rahul Ramachandran. Video. നന്മയുടെ ദീപം തെളിയട്ടെ. ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങിന് റിലേഷൻഷിപ്പ് ഗോൾസ് എന്ന ടാഗ് ലൈൻ നൽകിയ ട്രെൻഡിംഗ് ബ്ലോഗർ. സ്വന്തം കുടുംബത്തിലെ തുറന്ന സംസാരങ്ങളും പരസ്പര ബഹുമാനവും മലയാളികൾ കണ്ടത് വെറും ബ്ലോഗായിട്ടല്ല, യഥാർത്ഥ സ്നേഹത്തിന്റെ നേർക്കാഴ്ചയായിട്ടാണ്. ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധമായ തുറന്നു പറച്ചിലുകൾ കൊണ്ട് പ്രേക്ഷകരുമായി ഒരു ഇമോഷണൽ ബ്രിഡ്ജ് സ്ഥാപിച്ച കലാകാരൻ. റിയൽ ലൈഫും തമ്മിൽ മറയില്ലാത്ത ബ്ലോഗുകൾ. ഒരു സംവിധായകന്റെ ആർട്ടിസ്റ്റിക് കണ്ണിലൂടെ സ്വന്തം ജീവിത നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തി ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ സിനിമാ തിരക്കഥാകൃത്ത് കൂടിയായ ബ്ലോഗർ രാഹുൽ രാമചന്ദ്രൻ. ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എമേർജിംഗ് 2025. സ്റ്റോറീസ് ബൈ രാഹുൽ രാമചന്ദ്രൻ. ഇന്ന് നമുക്ക് രാഹുലിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. രാഹുലിന്റെ വൈഫ് നമുക്ക് എല്ലാവർക്കും വളരെ അടുത്തറിയുന്ന ആർട്ടിസ്റ്റ് കൂടിയായ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് ശ്രീവിദ്യ മുല്ലശ്ശേരി, പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. താങ്ക് യു സോ മച്ച്. രാഹുലില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, മലേഷ്യയിലാണ്. പക്ഷേ ഈ ഒരു അവാർഡ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഫാമിലിയാണ് അമൃത. ഇതേ ഫ്ലോറിൽ നിന്നിട്ടാണ് എൻ്റെ ഒരു കരിയർ ഷിഫ്റ്റ് എനിക്ക് തന്ന ചാനലാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കോണ്ടൻ്റൊക്കെ ചെയ്ത് സിനിമ ചെയ്യാം. പക്ഷേ അളിയൻ നേരെ സിനിമ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടന്റ് ക്രിയേറ്ററിൽ ആദ്യത്തെ അവാർഡാണ്. താങ്ക് യു സോ മച്ച് അമൃത TV, എല്ലാവരുടെ അടുത്തും ഇവിടെ എല്ലാവരും എനിക്ക് അറിയാവുന്നതാണ്. അനുജേട്ട, എല്ലാവരും ഫുൾ ക്രൂ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലോട്ട്. ഒന്നുകൂടി രാഹുലിന് ഒരു ബിഗ് റൗണ്ട് ഓഫ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഒന്ന് നടുക്ക് പോയി പോസ്റ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ശരി. ஏனோ இதயம் தீம் தீம் சொல்லுதே
மனமும் தோம் தோம் சொல்லுதே தனிமையே சுகமாகும் இனிமையே இனி நாளும் காதல் மோதல் எனக்குள்ளே ஏனோ இதயம் தீந்தீம் சொல்லுதே ஏனோ மனமும் தோம் தோம் சொல்லுதே മഞ്ഞു വീണതാണോ അമ്പു കൊണ്ടതാണോ മഞ്ഞു വീണതാണോ പൂവമ്പു കൊണ്ടതാണോ നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ മയിലാടും പോലെ നിന്റെ വാക്കു കേൾക്കയുള്ളിൽ മഴ വീഴും പോലെ അനിയൻ പൂക്കൾ കരളിൽ വിരിയും പോലെ എന്തേ ഹൃദയതാളം മുറുകിയോ എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ എന്തിനാണു സൂര്യൻ വന്നു പോകും നേരം കുഞ്ഞു സൂര്യകാന്തി കണ്ണു ചിമ്മി നിന്നു എന്തിനാണു പൊന്തിടുന്നു തിരതീരം കാണേ എന്തിനാണു വണ്ടു കണ്ടു വിറയാടി പൂക്കൾ പറയൂ മനമേ ചൊരിയൂ മധുരം പ്രിയതേ എന്തേ ഹൃദയതാളം മുറുകിയോ എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ മധുരമീ അനുരാഗം മതിവരാ മധുപാനം ആരോ വീണ്ടും തേടുമ്പോൾ എന്തേ ഹൃദയതാളം മുറുകിയോ എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ ഇനി അമൃത ടി വി ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഭയങ്കര രസമുള്ള ഒരു കാറ്റഗറി ഫുഡ് വ്ളോഗിംഗ്. മോസ്റ്റ് പോപ്പുലർ ഫുഡ് വ്ളോഗറിനുള്ള അവാർഡാണ്. ആ അവാർഡ് നൽകുന്നതിനായിട്ട് സംഗീതം മാത്രമല്ല ഭക്ഷണവും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ശരത്തേട്ടനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്ത്. ശരത്തേട്ടാ പ്ലീസ്. സംഗീതവും ഭക്ഷണവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ അല്ലേ? ഒപ്പം ഭക്ഷണത്തിന്റെ ഒരാളെ തന്നെ ഇങ്ങോട്ട് വിളിക്കാം. നമ്മുടെ ഡെവൻ ഫുഡ്സിന്റെ CEO മിസ്റ്റർ ഷാജീന്ദ്രനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ശശീന്ദ്രൻ, ആദ്യമേ തന്നെ ബിഗ് താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. അമൃത ടിവിയുടെ ഈ മീഡിയ അവാർഡ്സിന് നൽകുന്നതിന് പ്രത്യേകമായിട്ട് നന്ദി. അതിനൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം അവർ സൈഡ്. ശരത്തേട്ടാ, ഇഫ് യു കുഡ് ഡു ദ ഓണേഴ്സ് ഓഫ് പ്രസന്റിംഗ് ഹിം വിത്ത് ദ മൊമെന്റോ. The most popular food blogger 2025. ഈ അവാർഡ് നൽകുന്നത് പ്രത്യേകതരം ശബ്ദം, ആ ശബ്ദത്തിൽ പോയി ചെന്ന് കഴിക്കുന്ന സ്ഥലങ്ങൾ, കണ്ടുപിടിക്കുന്ന ഓരോ ഫുഡ് സ്പോട്ടും നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ പോയി കഴിക്കാനായിട്ട്. അങ്ങനെ ഒരാളുണ്ട്. ഹീസ് എ ഹണ്ടർ. ഹീസ് ഫുഡ് ഹണ്ടർ സാബു. വീഡിയോ നന്മയുടെ ദീപം തെളിയട്ടെ
രുചിയുള്ള ഭക്ഷണത്തിനായി കണ്ണും നാവും നട്ടലയുന്ന ഒരു വേട്ടക്കാരൻ. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെടുന്ന മലയാളി ഫുഡ് ബ്ലോഗർ. യാത്ര ചെയ്യുമ്പോൾ വിശപ്പിന് വേണ്ടി എന്തെങ്കിലും കഴിക്കുന്ന സാധാരണ യാത്രക്കാരിൽ നിന്നും വ്യത്യസ്തമായി കഴിക്കാൻ വേണ്ടി മാത്രം യാത്ര പോകുന്ന ഒരു ഫുഡ് ഹണ്ടർ. ഭക്ഷണപ്രേമികളെ കൊതിപ്പിക്കാൻ വീട്ടിലിരുന്ന് എളുപ്പം തയ്യാറാക്കാവുന്ന തനിനാടൻ രുചി വൈവിധ്യങ്ങളുടെ റെസിപ്പി വൈറലാക്കുന്ന എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ. പെയ്ഡ് പ്രൊമോഷൻ നൽകിയാൽ ക്വാളിറ്റി കാണില്ലെന്ന് വിശ്വസിക്കുന്നതിനാൽ ജെനുവിൻ വ്ലോഗിംഗിലൂടെ ലക്ഷക്കണക്കിന് ഭക്ഷണപ്രേമികളുടെ മനസ്സും വയറും നിറച്ച് ട്രസ്റ്റ് നേടിയ ഹണ്ടർ. ബെസ്റ്റ് ഫുഡ് ബ്ലോഗർ പോപ്പുലർ 2025 ഫുഡ് ഹണ്ടർ സാബു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. സാബുവിന്റെ ഫോളോവറാണ് ഞാൻ. സാബുവിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യാറുണ്ട്. എന്തിന്? സാബുവിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഫോളോവർ ഉണ്ട്. ആ പേര് മഞ്ജു വാര്യർ എന്നാണ്. വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എവിടെയൊക്കെയാണ് സ്ഥലങ്ങളെന്ന് കണ്ടെത്തി അവിടെ പോയി കഴിക്കുന്ന ആള്. അല്ലേ സാബു? പറയൂ സാബു. ഒരുപാട് സന്തോഷം. അമൃത പോലെ വലിയൊരു ചാനലിന് ഇങ്ങനെ ഒരു അവാർഡ് നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ പോയി ചെന്ന് ഫുഡ് വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ പെയ്ഡ് വ്ളോഗിന് ചിലപ്പം ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, കാരണം ഒന്നാമത്തെ കാര്യം റെസ്റ്റോറൻറ്റ്സ് ചെയ്യൽ ഞാൻ വളരെ കുറച്ചു. നമ്മൾ പ്രൊഡക്ട്സ് ആണ് കൂടുതലും പ്രൊമോഷൻ, പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള പോലെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് ഇല്ല. മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. പിന്നെ കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. കാരണം നമ്മള് ഈ നേരത്തെ പലരും ആക്സിഡന്റൽ TV പ്രസന്റർ ആയെന്നൊക്കെ പറഞ്ഞ ആക്സിഡന്റൽ വ്ളോഗറാണ്. വ്ളോഗിംഗ് എന്നുള്ള വാക്ക് എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഫുഡിന്റെ അന്ന് വ്ളോഗിംഗ് എന്നുള്ള വാക്ക് പോലും അറിയില്ല. ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഓൾമോസ്റ്റ് 9 years ആയി. അന്ന് നമുക്ക് വ്ളോഗിംഗ് എന്നുള്ള വാക്ക് അറിയില്ല. നമ്മളപ്പോൾ ആക്സിഡന്റലി ഫുഡിന്റെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്തു നമ്മുടെ ഫോട്ടോ ഇടുന്നേക്കാൾ കൂടുതൽ ലൈക്ക് പൊറോട്ടക്കും ബീഫിനോ. അപ്പോഴാണ് ഇതിനോട് ആളുകൾക്ക് ഇത്രയും താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. കൊച്ചിയിൽ ഏറ്റവും നല്ല പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്ഥലം പറ. ഒറ്റടിക്കൊക്കെ ചോദിച്ചാൽ പറയുന്നത് കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ ആർക്കും ഫ്രീ പ്രൊമോഷൻ കൊടുക്കണ്ട. സാബു എല്ലാരും വലിയൊരു കാര്യം സാബുവിന്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ് 2025 എമർജിംഗ് ഫുഡ് ബ്ലോഗർ. നമുക്ക് ഈ അവാർഡ് ശരത്തേട്ടനോടൊപ്പം കൊടുക്കാനായിട്ട് ലെറ്റ് മീ വെൽക്കം ഹേലോ എയർവേസ് CEO മിസ്റ്റർ ഷോബി ടി പോൾ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. നമുക്ക് അവാർഡിലേക്ക് കിടക്കാം. അവാർഡ് ഇത്തവണ ലഭിക്കുന്ന എമർജിംഗ് ഫുഡ് ബ്ലോഗർ, ഏറ്റവും വെരി പോപ്പുലർ ഫുഡ് ബ്ലോഗർ. ദിസ് ടൈം ഇറ്റ് ഗോസ് ടു കാർത്തിക് മണിക്കുട്ടൻ. നന്മയുടെ ദീപം തെളിയട്ടെ. കാഴ്ചക്കാരുടെ സമയത്തിന് പൊന്നും വില കൽപ്പിക്കുന്ന വ്യത്യസ്തനായൊരു വ്ളോഗർ. ഫുഡ് വ്ളോഗിംഗിൽ ഭക്ഷണ വിശേഷങ്ങൾക്ക് പുറമെ തനിക്ക് പറയാനുള്ള സാമൂഹ്യ വിമർശനം കൂടി തന്മയത്വത്തോടെ പറയാനുള്ള ചങ്കൂറ്റം. ഓരോയിടത്തെയും രുചി വൈവിധ്യങ്ങളെ അതിഭാവുകത്വവും അതിവൈകാരികതയും ഇല്ലാതെ ഭക്ഷണപ്രേമികൾക്ക് പരിചയപ്പെടുത്തുന്നതിലെ ലാളിത്യം. കാഴ്ചക്കാർക്ക് മുന്നിൽ ഒരു ക്രിയേറ്റർ കണ്ണാടി പോലെ പ്രതിഫലിക്കണമെന്ന ആത്മവിശ്വാസം. ഈ വിശേഷണങ്ങൾക്കെല്ലാം അർഹനായ ഒരേയൊരു ഫുഡ് വ്ളോഗർ. ബെസ്റ്റ് ഫുഡ് വ്ളോഗർ എമർജിംഗ് 2025 ട്രിവിയൻ ഫുഡി കാർത്തിക് മണിക്കുട്ടൻ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. എന്തുണ്ട്, സുഖമാണോ? സുഖമായിട്ട്. തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലവും കവർ ചെയ്താ? അതെ, എല്ലാം. ട്രിവാൻഡ്രം മാത്രമാണ് കഴിഞ്ഞ 7 വർഷമായിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി. എനിക്ക് ഇന്ന് വരെയും എക്സ്പ്ലോർ ചെയ്ത് തീരാത്തൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടുള്ള ട്രിവാൻഡ്രം ആണ്. പുറത്തൊക്കെ വളരെ റയറായിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ എൻ്റെ ജില്ല എന്ന് പറയുമ്പോൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഫുഡ് സംഭവമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്ലോറിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ സാറിൻ്റെ നിന്നും ചേട്ടനൊക്കെ മേടിച്ച അവാർഡ് എൻ്റെ അമ്മയ്ക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ബിക്കോസ് അമൃത TV ഇതിൻ്റെ ലോഗോ ഒരു അമ്മയും കുഞ്ഞെന്ന് പറയൂലേ, എൻ്റെ അമ്മയുടെ ആദ്യത്തെ മകനാണ് ഞാൻ. ഐ എം പ്രൗഡ്ലി പ്രസന്റിങ് ദിസ് അവാർഡ് ടു മൈ മദർ മിനി എൻ. ചേട്ടാ കൂടുതലൊന്നും പറയാൻ എനിക്ക് വിറയ്ക്കുന്നു. ഗംഭീരമാണ്.
അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. ആ സാമൂഹിക പ്രതിബദ്ധത അതേപോലെ നിലനിൽക്കട്ടെ കേട്ടോ. Okay. ഓൾ ദി ബെസ്റ്റ്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. നമുക്കൊരു ക്വിക്ക് വേർഡ് ഓഫ് താങ്ക്സ് ടു അവർ സ്പോൺസേഴ്സ്. A shout out MyG Future, Devon Foods, Leo Hospital Wayanad, Fine Day Homes, Aquastar, Destination Capture, Kairali Agriculture, Swarnamukhi Gold and Diamonds, Vaidyaratna Aushadashala and Life Planner Studies. ശ്വേതേച്ചിയെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആസ് ദ കപ്പാസിറ്റി എന്തായിരുന്നു വെച്ചാൽ ഫാഷൻ വ്ളോഗേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഷീ വാസ് ദ വൺ സൂപ്പർ മോഡൽ. നമ്മൾ ആദ്യമേ തന്നെ നമ്മളെല്ലാവരും റെഫർ ചെയ്തിരുന്ന സൂപ്പർ മോഡൽ ആരായിരുന്നു വെച്ചാൽ കേരളത്തിൽ നമുക്ക് എപ്പോഴും ഉള്ള ഒരു പേരായിരുന്നു ശ്വേത മേനൻ. ബട്ട് റൈറ്റ് നൗ ഐ എം കോളിംഗ് യു ഹിയർ ഇൻ ദ കപ്പാസിറ്റി ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, ശ്വേത മേനൻ എവ്രിവൺ. ആ കപ്പാസിറ്റിയിൽ വിളിച്ചതിന്റെ കാരണവും കൂടി പറയണമല്ലോ. കാരണം കാറ്റഗറി അതാണ്. ഈ കാറ്റഗറി അഗൈൻ വെരി പോപ്പുലർ കാറ്റഗറി. എല്ലാവരും ശ്രമിക്കാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. ബെസ്റ്റ് ഫിലിം റിവ്യൂവർ പോപ്പുലർ. ഈ അവാർഡ് നൽകുമ്പോൾ ഐ ഡോണ്ട് ഹാവ് ദ പേഴ്സൺ ഹിയർ, ബട്ട് ആക്വസ്റ്റാർ നൽകുന്ന ഒരു ക്യാഷ് അവാർഡും കൂടിയുണ്ട്. യു വിൽ ഹാവ് ടു ഡു ദാറ്റ് ആസ് വെൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ ബെസ്റ്റ് ഫിലിം റിവ്യൂവർ പോപ്പുലർ 2025 അമൃത TV ഈ അവാർഡ് നൽകുന്നത് ഉണ്ണി വ്ളോഗ്സിനാണ്. വീഡിയോ പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ. സിനിമയുടെ വൈബ് മുതൽ ക്രാഫ്റ്റ് വരെ കൃത്യമായി ഡീകോഡ് ചെയ്യുന്ന ഒരു സിനി ഫൈൽ. സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ ചർച്ചകൾക്കും നിരൂപണങ്ങൾക്കും പുതിയ മാനം നൽകിയ ബ്ലോഗർ. റിലീസ് സിനിമകളുടെ നെഗറ്റീവുകളേക്കാൾ റിവ്യൂകളിൽ പോസിറ്റീവുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പേഴ്സണൽ അറ്റാക്കുകളോ ഹരാസ്മെന്റുകളോ ഇല്ലാതെ സിനിമ എന്ന കലയെ സ്നേഹിക്കുകയും സിനിമാ പ്രവർത്തകരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സിനിമ ആസ്വാദകൻ. ബെസ്റ്റ് ഫിലിം റിവ്യൂവർ പോപ്പുലർ 2025 ഉണ്ണി വ്ളോഗ്. Please put your hands together and welcome the best movie reviewer popular Unni Vlog. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. അമ്മ പ്രസിഡന്റ് കയ്യിൽ നിന്ന് തന്നെയാണല്ലോ ഇത് വാങ്ങുന്നത്. അപ്പോ തീർച്ചയായും അവാർഡ് പ്ലീസ്. Sadaji, please do the honors of giving away the cash prize as well. 25,000 rupees from Aquastar. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും ആഴത്തി പതിഞ്ഞിട്ടുള്ള, ഞാൻ ആദ്യം ഈ ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്നൊക്കെ പറയുന്ന പോലെ കണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാം, ജോബും സംഗീതം കൂടിയുള്ള ഒരു ഗ്രാൻഡ് ഫിനാലെ ഉണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ. അതൊരു പെരുന്നാൾ പരിപാടിയാണ്. ആ പരിപാടി അതിന് സ്റ്റേജ് ഒരുക്കി കൊടുത്ത അമൃത TVയുടെ സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ഡ്രീമിൻ്റെ അപ്പുറം നിൽക്കുന്ന ഒന്നാണ്. സന്തോഷം, അഭിമാനം. താങ്ക്സ്. Big round of applause for Unni Vlogs, everyone. Unni, continue the great job. അങ്ങനെ തന്നെ പോട്ടെ. Never lose your credibility. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ. താങ്ക് യു. Thank you, Unni. Thank you. അടുത്ത കാറ്റഗറിയിലോട്ട് പോവാം. കാറ്റഗറി എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഫിലിം റിവ്യൂവർ ഇമേർജിംഗ്. RGP Diaries, Mohammad Roshan. Video please. നന്മയുടെ ദീപം തെളിയട്ടെ. പുതിയ കാലഘട്ടത്തിലെ പ്രേക്ഷകർക്ക് വിമർശനത്തെയും വിശകലനത്തെയും കുറിച്ച് പുതിയ പാഠങ്ങൾ നൽകിയ മലയാള സിനിമയുടെ ഓൺലൈൻ ചർച്ചകളെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിയ ഫിലിം റിവ്യൂവർ. ലോക സിനിമകളെ കുറിച്ചുള്ള അറിവും പഠനവും അവ തന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ശീലവും കാരണം വളരെ വേഗം ചലച്ചിത്രാസ്വാദകരുടെ പിന്തുണയോടെ ഫോളോവേഴ്സിനെ നേടിക്കൊണ്ടിരിക്കുന്ന ചാനൽ. കാണുന്ന സിനിമയുടെ പോസ്റ്റ്മോർട്ടത്തെക്കാൾ അക്കാദമിക് അപ്രോച്ചോടുകൂടിയുള്ള സമീപനങ്ങൾ മറയില്ലാതെ രേഖപ്പെടുത്തുന്ന ഡയറി. ബെസ്റ്റ് ഫിലിം റിവ്യൂവർ എമർജിംഗ് 2025 RGP Diaries by Mohammad Roshan. Let's welcome Mohammad Roshan of RGP Diaries. And congratulations, Roshan. Award please. അമൃത TV നൽകുന്ന 20,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്. ആദ്യം
ഒന്ന് നുള്ളുവോ? ഉള്ളി. ഓക്കെ, എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന അമൃത ടി വിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളെനിക്ക് എൻ്റെ മുടിയുടെ തുഞ്ചത്ത് വെക്കാനുള്ളൊരു പൊൻതൂവലാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേതാണ്, എന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാവും. ഒരുപാട് നന്ദി. പിന്നെ വേദിയിലിരിക്കുന്ന കുറച്ച് പേർക്ക് എന്നെ എൻ്റെ ചാനലിനെ കുറിച്ചിട്ടോ അറിയലുണ്ടാവില്ല. ഞാനൊരു കംപ്ലീറ്റ് മൂവി റിവ്യൂവർ അല്ല. ലോകത്തിലുള്ള പല സിനിമകൾ, അത് ഐസ്ലാൻഡിലാണെങ്കിലും ഉറുഗയിലാണെങ്കിലും നൈജീരിയയിലാണെങ്കിലും അങ്ങനെയുള്ള സിനിമകൾ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഞാൻ കൂടുതലായിട്ടും റെക്കമെൻഡേഷൻസ് ആണ് ചെയ്യാറ്. RGP Diaries എന്നാണ് എൻ്റെ പേജിൻ്റെ പേര്. താങ്ക് യു സോ മച്ച്. Thank you. താങ്ക് യു. താങ്ക് യു. Congratulations. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. അപ്പോ ട്രോളിങ്ങിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ട്രോൾസിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്ന് ഈ അവാർഡ് നൽകാനായിട്ട് ഓഡിക്സ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഷജീവിനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് നമുക്ക് നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന് ഒരു സ്നേഹാദരം. The most popular troll maker 2025, Ubaid Ibrahim. നന്മയുടെ ദീപം തെളിയട്ടെ. ട്രോളന്മാരുടെ വേൾഡിലെ വൺ ആൻഡ് ഓൺലി കിങ് എന്ന് ട്രോൾ ഫാൻസ് വിശേഷിപ്പിക്കുന്ന മലപ്പുറം വളാഞ്ചേരി സ്വദേശി, യൂട്യൂബ് ട്രെൻഡിങ്ങിൽ നമ്പർ 1 മാറിയ നിരവധി ട്രോളുകളിലൂടെ സോഷ്യൽ മീഡിയയുടെ ഓരോ കോണിലും ചിരിയുടെ പൂരം തീർത്ത പ്രൊഫഷണൽ വീഡിയോ എഡിറ്റർ. വെറും ഒരു ചിരിക്ക് പകരം സാമൂഹ്യ വിമർശനം ചർച്ചയാക്കി മാറ്റുന്ന ബ്രില്യൻസ്. ബെസ്റ്റ് ട്രോൾ മേക്കർ പോപ്പുലർ 2025 ഉബൈദ് ഇബ്രാഹിം. ഉബൈദിന്റെ ട്രോളുകളിൽ പെടാത്ത ആൾക്കാരുണ്ടോ എന്നറിയില്ല. അതും ശ്വേതച്ചിയുടെ നാട്ടുകാരൻ അല്ലേ? I request you to come onto the stage and collect this award, please. Congratulations. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ. And the cash prize, അമൃത TV നൽകുന്ന 25,000 രൂപയുടെ cash prize മിസ്റ്റർ ഷജീവാണ് നൽകുന്നത്, ഓഡിക്സ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ട്രോൾ എന്ന മേഖലയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു, അതിൽ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരി തന്നെയാണ് അത്, ആക്ട്രസ് ശ്വേത മാമിന്റെ കയ്യിൽ നിന്ന് കൂടി ആകുമ്പോൾ ഇല്ല, ഇതുവരെ ചെയ്തില്ല തോന്നുന്നു. ഇല്ലില്ല, ഞാൻ ചെയ്തില്ല ഇതുവരെ. അപ്പോൾ അമൃത TVക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫോളോവേഴ്സ്, അവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ് ഉബൈദ്. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ. അടുത്ത അവാർഡ് നൽകുന്നതിനായിട്ട് നമുക്ക് സർക്കാർ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി മിസ്റ്റർ ജോസഫ് ഡോയി പലാൽ. അടുത്ത എമർജിംഗ് ട്രോൾ മേക്കർ 2025 ഈ അവാർഡ് നൽകി ആദരിക്കുന്നത് വെരി പോപ്പുലർ ട്രോൾ മേക്കർ ആൽബിൻ ജോഷി. നന്മയുടെ ദീപം തെളിയട്ടെ. ട്രോൾ മേക്കിംഗ് ഒരു ആർട്ട് ഫോം ആക്കി മാറ്റി സോഷ്യൽ മീഡിയ തൂക്കുന്ന യങ് ട്രോളൻ. പൊളിറ്റിക്കൽ, മീഡിയ, സോഷ്യൽ ഇഷ്യൂസ് സബ്ജക്റ്റുകളെ ന്യൂജൻ സ്റ്റൈലിൽ ട്രോളി ട്രെൻഡ് സെറ്റർ ആക്കുന്ന മജീഷ്യൻ. ട്രോൾ മേക്കർമാരിൽ ക്ലീൻ ഹ്യൂമർ ക്രിയേറ്റർ. സാധാരണ സംഭവങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ഫണ്ണാക്കി മാറ്റുന്ന അതോറിറ്റി ഓഫ് ട്രോൾസ്. ടൈമിംഗ് പെർഫെക്റ്റ്, പഞ്ച് ലൈൻസ് ഷാർപ്പ്, എഡിറ്റിംഗ് നെക്സ്റ്റ് ലെവൽ. ട്രോൾ വേൾഡിലെ നെക്സ്റ്റ് എമർജിംഗ് ബിഗ് സ്റ്റാർ, ബെസ്റ്റ് ട്രോൾ മേക്കർ എമർജിംഗ് 2025 ആൽബിൻ ജോഷി. ആൽബിൻ, കൺഗ്രാറ്റുലേഷൻസ്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. The cash prize from Amrita TV, സർക്കാർ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി മിസ്റ്റർ ജോസഫ് ഡോയി പലാൽ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ. അപ്പം അമൃത TVനോടും ഇതിൻ്റെ സംഘാടകരോടും ക്രൂ മെമ്പേഴ്സിനോടൊക്കെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ഇവിടെ എത്തിച്ച പ്രേക്ഷകരോട്, എൻ്റെ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒക്കെ നന്ദി പറയുന്നു. ഈ അവാർഡ് കിട്ടിയാൽ ഇനി ട്രോളി വല്ലതും വരാറുണ്ടോ? തീർച്ചയായും നമ്മളെല്ലാരും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ, ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. താങ്ക് യു. താങ്ക്സ് a lot. Thank you. Congratulations. Thank you so much. Thank you.
നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. നമുക്കൊരു ക്വിക്ക് വേർഡ് ഓഫ് താങ്ക്സ് ടു അവർ സ്പോൺസേഴ്സ്. ഷൗട്ട് ഔട്ട് മൈജി ഫ്യൂച്ചർ, ഡെവൻ ഫുഡ്സ്, ലിയോ ഹോസ്പിറ്റൽ വയനാട്, ഫൈൻ ഡേ ഹോംസ്, ആക്വസ്റ്റാർ, ഡെസ്റ്റിനേഷൻ ക്യാപ്ചർ, കൈരളി അഗ്രികൾച്ചർ, സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വൈദ്യരത്ന ഔഷധശാല ആൻഡ് ലൈഫ് പ്ലാനർ സ്റ്റഡീസ്. അടുത്ത അവാർഡ് നൽകാനായിട്ട് ഞാൻ ഒന്നുകൂടി ശ്വേതേച്ചിയെ ഒന്നുകൂടി വേദിയിലോട്ട് സ്വാഗതം ചെയ്തോട്ടെ. ശ്വേതേച്ചി പ്ലീസ്. Are you a great cook? ഞാൻ ഡീസന്റ് കുക്കാണ്. സിവിൽ സ്റ്റേഷന്റെ നമ്പരാ ചോദിച്ചു. ഈസ് എ ഫാന്റാസ്റ്റിക് കുക്ക്. ഞാൻ ഡീസന്റ് കുക്കാണ്. ഡീസന്റ് കുക്കാണ്. സോ ദാറ്റ്സ് വേർ വി ആർ ഹെഡിങ് ടു ദ മോസ്റ്റ് പോപ്പുലർ കുക്ക് വ്ലോഗ്. യെസ്, ദാറ്റ്സ് വാട്ട് ഐ നീഡ്. ഞാൻ ഈ വിളിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി പറഞ്ഞിട്ട് ലാലേട്ടൻ ഫോളോ ചെയ്യുന്ന ഏക കുക്കിംഗ് ചാനൽ വില്ലേജ് സ്പൈസസ്. വീഡിയോ പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ. ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഫോളോ ചെയ്യുന്ന ഏക പാചക ബ്ലോഗർ. വാചകത്തെക്കാൾ പാചകത്തിനും നാടൻ പാചക ശൈലിക്കും പ്രാധാന്യം കൊടുത്ത് പ്രേക്ഷകരോട് തനിനാട്ടുഭാഷയിൽ സംസാരിക്കുന്ന സാധാരണക്കാരൻ. പാചക പരീക്ഷകരും പാചക സ്നേഹികളും ഭക്ഷണപ്രിയരും ഒക്കെ അടങ്ങുന്ന ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. രുചിയുടെ ഈ നാടൻ വില്ലേജിലേക്ക് ചേക്കേറാനുള്ള കാരണങ്ങൾ മറ്റൊന്നുമല്ല. ഇറ്റ്സ് സിമ്പിൾ, ടേസ്റ്റി ഓഫ് ഹോംലി. ബെസ്റ്റ് കുക്ക് പോപ്പുലർ 2025 വില്ലേജ് സ്പൈസസ്. നസീർ AK. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ ആൻഡ് ദ ക്യാഷ് പ്രൈസ് അമൃത TV നൽകുന്ന 25,000 രൂപ. ലാലേട്ടൻ ഫോളോ ചെയ്യുന്നുള്ളത് എപ്പോഴാ അറിഞ്ഞേ? അത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു പേജ് അത് കൈകാര്യം ചെയ്യുന്ന എൻ്റെ മോള്. അപ്പം എൻ്റെ മകള് വന്ന് പറഞ്ഞ് വളരെ ത്രില്ലായിട്ട് വന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഒരു പേജിൻ്റെ അകത്ത് അത്തി എന്നാണ് എന്നെ വിളിക്കുന്നത്. അത്തി ഓരോ മലയാള സിനിമയിലെ ഒരു പ്രമുഖനായ ഒരാൾ ഫോളോ ചെയ്യുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ മോള് വേറെ അല്ല പണിന്ന് നമ്മളെയൊക്കെ ആരും ഫോളോ ചെയ്യാൻ അല്ല, അങ്ങനല്ല. അന്ന് ഒരാളുണ്ട്, ഒരു രാജാവ് എന്ന് വേണേ പറയാം, മലയാള സിനിമയിലെ രാജാവ് എന്ന് വേണേ പറയാം. സാക്ഷാൽ ലാലേട്ടൻ, മോഹൻലാൽ സാറ്. മകള് വന്നിട്ടുണ്ടോ? ഉണ്ട്. മകളും ഉണ്ട്. മോളെ കൈഡി കൊടുത്തേ. മോളല്ലേ ഇതെല്ലാം മാനേജ് ചെയ്യുന്നേ? ശരിക്കും എൻ്റെ മകനാണ് ഇതിൻ്റെ അകത്ത് എന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു, എന്നെ ഇതിൻ്റെ അകത്ത് ഒഴിവാക്കണം. ഒന്നാമത്തെ കാര്യം എനിക്ക് പറ്റി അറിവില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളും. ഇതിനെല്ലാം കാരണപ്പോഴായ സർവശക്തന്റെ അനുഗ്രഹവും പിന്നെ ഈ വലിയൊരു ചാനൽ, പിന്നെ ഈ കൈപുണ്യവും അത് പറയട്ടെ. വലിയ പ്രൊഫഷണലായിട്ട് പഠിച്ച ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഫോളോവേഴ്സിന്റെ എണ്ണവും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോ വേറെ. മകനെവിടെ? ആ വീഡിയോ എടുത്തോണ്ടി ഇതും കണ്ടന്റ് ആക്കിയത് നീ. എന്റെ ഭാര്യ എന്ന് പറയുന്ന ഷംല എവിടെയാ? ഞാനും എന്റെ ഭാര്യയും കൂടെ ആണ്. ഓക്കെ, ആ മകനും മകൾക്കും വൈഫിനും ഒക്കെ ചേർന്നൊരു വലിയ കൈഡി കൊടുത്തേ. ഈ അവാർഡ് കൊടുത്ത എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞു കേട്ടപ്പോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ലാലേട്ടൻ നമ്മളൊന്ന് ഫോളോ ചെയ്തൂടെ അല്ലേ? അത് എന്നോട് പലരും ചോദിച്ചു, ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ലാലേട്ടൻ ഫോളോ ചെയ്യുന്ന ഒരാള് അപ്പോഴും എന്ത് കണ്ടിട്ടാണ് അദ്ദേഹം ഫോളോ ചെയ്തതെന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു. ഭക്ഷണം അത് ഏതാണ് ഞാൻ ചെയ്തത്? ഞാൻ കുറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണ് ചെയ്ത്? അത് അദ്ദേഹത്തിനോട് എന്തെങ്കിലും കാലത്ത് ചോദിക്കാണ്ടിരിക്കാൻ. ശ്വേതജി എപ്പോഴെങ്കിലും ലാലേട്ടനെ കാണുമ്പോ ഒന്ന് ചോദിച്ചേക്കോ, ഏതാണെന്നുള്ളതൊന്ന് ചോദിക്കണം കേട്ടാ, ഉറപ്പായി. എന്നെ പലരും കളിയാക്കി. ആരാ കളിയാക്കിയേ? പല ആൾക്കാരും കളിയാക്കി. ഇവിടല്ല പല ആൾക്കാരും. സാരം ഇദ്ദേഹം ഒന്നും അറിയാമല്ലോ, ലാൽ സാർ എന്ന് പറഞ്ഞാൽ വലിയ എന്നെ പോലെ, ഞാൻ ചങ്ങനാശ്ശേരി പായപ്പാട് താമസിക്കുന്ന ആളാണ്. എന്നെ പോലുള്ള ആളെ ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് കണ്ടിട്ടാ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്? നമ്മളത് കണ്ടുപിടിക്കും ഉറപ്പായിട്ടും. പക്ഷേ അങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടും
ഉണ്ടാക്കുന്ന ഭക്ഷണം അത്രയും ഗംഭീരമാണെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു അവാർഡ്. അപ്പൊ കൺഗ്രാലേഷൻസ് ഏട്ടാ. ദാ എല്ലാവരുടെയും മുമ്പില് അവിടെ ചെന്ന് മക്കളൊന്ന് എഴുന്നേറ്റൊന്ന് കൈയടിച്ചോട്ടാ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. ഇനി അടുത്തത് എമർജിംഗ് കുക്ക് വ്ലോഗിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ അവാർഡ് നൽകി ആദരിക്കുന്നത് എല്ലാവരും നിറഞ്ഞ കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. ആതിര അഖിൽ. വീഡിയോ പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ. അടുക്കള എന്ന പരീക്ഷണശാലയിലെ മാജിക്കാരി, ഓരോ വിഭവത്തിന്റെയും മാജിക്കൽ എക്സ്പെരിമെന്റ് വിഷ്വൽ ട്രീറ്റ് ആക്കി മാറ്റുന്ന വ്ളോഗർ, ബിഗിനർ ഫ്രണ്ട്ലിയും പ്രോ ലെവൽ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാൽ സോഷ്യൽ മീഡിയയിൽ വൈബുകൾ തീർക്കുന്ന പെർഫെക്റ്റ് പ്രസന്റർ, പാചകത്തോടൊപ്പം വീട്ടുകാരുമൊത്തുള്ള യാത്രകളും ഫാഷനും ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളുമെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ക്വാളിറ്റിയുടെ പുതിയ ഡെഫിനിഷൻ കുക്കിംഗ് ബ്ലോഗിന് നൽകിയ വീട്ടമ്മ, ബെസ്റ്റ് കുക്ക് എമർജിംഗ് 2025 ആതിര അഖിൽ. ആതിര, കൺഗ്രാറ്റുലേഷൻസ്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ And the cash prize from Amrita TV, 20,000 രൂപയുടെ cash prize. പറയൂ, എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി? എന്ത് തോന്നുന്നു ഇന്ന് ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ? ഇത് എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാനൊരു ഒരു തമാശ രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷേ പാചകം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ പറ്റുന്ന പോലെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷം. പിന്നെ അമൃത ടിവിക്കും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കേട്ടോ. അമ്മ വന്നിട്ടുണ്ട്. ആണോ? അമ്മ എവിടെ? അതിലേക്ക് ഇപ്പൊ അടുത്ത് ഒരു കുഞ്ഞ് ജനിച്ചു അല്ലേ? അതെ അതെ, ഇപ്പൊ 3 മാസം. 3 മാസം. അമ്മ ഒന്ന് എഴുന്നേറ്റിരിക്കുക. അമ്മ മകളെ ഒന്ന് കാണാം. സന്തോഷം. അവരൊക്കെയാണ് എന്റെ ഗുരുക്കന്മാര്. തീർച്ചയായും. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. ഓൾറൈറ്റ്, അടുത്തൊരു നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ലെറ്റ്സ് വെൽക്കം സാരംഗി ആൻഡ് ടീം ഓൺ സ്റ്റേജ്. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും കുളിരേ. കിളിയേ കിളിയേ മണി മണി മേഘ
നമുക്കൊരു ക്വിക്ക് വേർഡ് ഓഫ് താങ്ക്സ് ടു അവർ സ്പോൺസേഴ്സ്. ഷൗട്ട് ഔട്ട് മൈ ജി ഫ്യൂച്ചർ, ഡെവൻ ഫുഡ്സ്, ലിയോ ഹോസ്പിറ്റൽ വയനാട്, ഫൈൻ ഡേ ഹോംസ്, ആക്വസ്റ്റാർ, ഡെസ്റ്റിനേഷൻ ക്യാപ്ചർ, കൈരളി അഗ്രികൾച്ചർ, സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വൈദ്യരത്ന ഔഷധശാല ആൻഡ് ലൈഫ് പ്ലാനർ സ്റ്റഡീസ്. ഒരു വലിയ അപ്ലോസ് കൊടുക്കാം. ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് വി ആർ ഏബിൾ ടു പുൾ ദിസ് ഓഫ്. അപ്പോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് കാറ്റഗറി ബെസ്റ്റ് ഓട്ടോ എൻതൂസിയസ്റ്റ് പോപ്പുലർ ആണ്. നമ്മുടെ കാർ ഭ്രാന്തുകളും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന, ഏറ്റവും പുതിയ വണ്ടികളുടെ അഡ്വന്റ് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഓട്ടോ എൻതൂസിയസ്റ്റുകളെയാണ് നമ്മൾ അടുത്തതായിട്ട് ആദരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഓൺ ടു ദ സ്റ്റേജ് മേ ഐ റിക്വസ്റ്റ് ദ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓഫ് അമൃത TV, കൃഷ്ണചന്ദ്രൻ സർ, പ്ലീസ്. And along with them, may I request the Managing Director of Factor M, Mr. Jerin James. And Jerin, thank you for the wholehearted support കേട്ടോ. അമൃത TVക്കും നമ്മുടെ ഈ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിനും നൽകുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം our side. അപ്പോ അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ബെസ്റ്റ് ഓട്ടോ എൻതൂസിയസ്റ്റ് പോപ്പുലർ ഈ അവാർഡ് നൽകി ആദരിക്കുന്നത്, ladies and gentlemen, please put your hands together for Najib Rahman KP. Video please. കാർ പ്രേമികളുടെ ഹൃദയത്തിന്റെ ട്രാക്കിലേക്ക് ടോപ്പ് ഗിയറിൽ കാർ ഓടിച്ചു കയറിയ മലയാളത്തിലെ നമ്പർ 1 ഓട്ടോ റിവ്യൂവർമാരിൽ ഒരാൾ. കാറുകളെ സ്നേഹിക്കുന്ന മലയാളികൾക്കുള്ള കംപ്ലീറ്റ് എൻസൈക്ലോപീഡിയ. പുത്തൻ മോഡലുകളുടെ പ്ലസും മൈനസും ഫാക്ട്സും ഫീച്ചേഴ്സും എല്ലാം സിമ്പിളായി, സ്ട്രെയിറ്റ് ഫോർവേഡായി, ഫാസ്റ്റായി അവതരിപ്പിച്ച് മൈലേജും പവറും കൂട്ടിയ ചാനൽ. ഓട്ടോമൊബൈലിന്റെ ലോകത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് കാഴ്ചക്കാർ ആദ്യം ക്ലിക്ക് ചെയ്യുന്ന ട്രസ്റ്റ് വർത്തി റിവ്യൂവർ. ബെസ്റ്റ് ഓട്ടോ എൻതൂസിയാസ്റ്റ് പോപ്പുലർ 2025 നജീബ് റഹ്മാൻ. ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ. And from Factor M, Mr. Jerin James, to present him with the cash prize. Please, your audience. താങ്ക് യു സോ മച്ച് അമൃത TV ആൻഡ് എന്നെ ഞാനാക്കിയ എൻ്റെ ഓഡിയൻസിന് ഒരുപാട് നന്ദി. കാരണം ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം 0 എന്നാണല്ലോ തുടങ്ങുക. അപ്പം കോമൻസ് ആയിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഓരോ പോയിന്റുകളും എന്നെ പറഞ്ഞ് തിരുത്തി തന്നത് എൻ്റെ ഓഡിയൻസ് ആണ്, ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചത് അവരാണ്. സോ ഡെഡിക്കേറ്റിംഗ് ദിസ് അവാർഡ് ടു ദം ആൻഡ് മൈ ഫാമിലി. താങ്ക് യു സോ മച്ച് അമൃത TV ഫാമിലി ആൻഡ് ഓൾ ക്രൂ ആൻഡ് മൈ സപ്പോർട്ടേഴ്സ്. താങ്ക് യു. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഈ അവാർഡുമായിട്ട് ഒന്ന് പോസ് ചെയ്യാം. ബെസ്റ്റ് ഓട്ടോ എൻതൂസിയാസ്റ്റ് എമർജിംഗ് ഈ അവാർഡ് നൽകുന്നതിനായിട്ട്, അതിന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നതിനായിട്ട്, ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ സിബി ചൗറ, CEO ആൻഡ് ചെയർമാൻ ഓഫ് മീഡിയ എക്സ്പ്രഷൻസ്, ഓൺ ടു ദ സ്റ്റേജ്. A huge supporter for Amrita TV. അമൃത ടെലിവിഷന് മാത്രം നമ്മുടെ ഈ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിനും ഒക്കെ നൽകുന്ന സപ്പോർട്ടിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹോപഹാരം. ഓക്കെ, ബെസ്റ്റ് ഓട്ടോ എൻതൂസിയാസ്റ്റ് എമർജിംഗ് ഈ അവാർഡ് ഇന്ന് നൽകുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറിനാണ്. A female car enthusiast. Ladies and gentlemen, put your hands together for Adira Murli. Video please. കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ വനിതാ മോട്ടോർ സ്പോർട്സ് ഡ്രൈവർ. 2014 മുതൽ ഇന്ത്യയുടെ ഓട്ടോക്രോസ് സർക്യൂട്ടിൽ തീ പിടിപ്പിച്ച പേര്. ഒരു ഒന്നൊന്നര ഓഫ് റോഡ് റേസർ, പ്രൊഫഷണൽ സ്റ്റണ്ടുകൾ ചെയ്യുന്ന അസാധ്യ റൈഡർ, സേഫ് റൈഡിംഗ് കൾച്ചർ പ്രൊമോട്ട് ചെയ്ത് വിവിധതരം വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സ്വന്തമാക്കിയതിന്റെ ദേശീയ റെക്കോർഡ് ജേതാവ്. 2018 തുടങ്ങിയ ഓട്ടോമൊബൈൽ ബേസ്ഡ് യൂട്യൂബ് ചാനലിലൂടെ മാറിയ കാലത്തിന്റെ പെൺകരുത്തായ മിടുക്കി. ബെസ്റ്റ് ഓട്ടോ എൻതൂസിയാസ്റ്റ് എമർജിംഗ് 2025 ആതിര മുരളി. A rally driver amongst us.
Let's welcome Adira Murali. Congratulations. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. This is Sibi Chavra to do the honors of presenting her with a cash check. Adira, first of all, so happy to meet you. ഇത് ഒരു ചെറിയ അച്ചീവ്മെന്റ് അല്ല, അതും നമ്മൾ പറയല്ലോ ഒരു ഫീമെയിൽ റാലി ഡ്രൈവർ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത്, ദാറ്റ് ഫ്രം നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ അതിന് ഒരു വലിയ കൈഡി കൊടുക്കും അതിലേക്ക്. Come on everyone. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ അമൃത TV ഓൾ ഫാമിലി ഈ ഒരു അവാർഡ് നൽകിയതിൽ ഒരുപാട് സന്തോഷം, താങ്ക്ഫുൾ ആണ്. ശരിക്കും ഓട്ടോമോട്ടീവ് മേഖലയിൽ ഈ റിവ്യൂവർ അല്ലെങ്കിൽ റാലിയിൽ ഒരു 11 വർഷമായിട്ടുണ്ട്. മോട്ടോർ സ്പോർട്സ് നിരവധി അഡ്വഞ്ചർ സീരീസ്, ഓഫ് റോഡിങ് അല്ലെങ്കിൽ സ്പീഡ് റാലി, സ്പീഡ് റേസുകളിലൊക്കെ കുറേ ആയിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ പൊതുവെ മോട്ടോർ സ്പോർട്സിന് സപ്പോർട്ട് കുറവാണ്. പൊതുവെ റോഡിൽ ഒരുപാട് റാഷ് ഡ്രൈവ് നടത്തി വളർന്നു വരുന്ന യങ് ജനറേഷൻ ഒരുപാട് കുട്ടികൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളപ്പം ഒരു പ്രോപ്പർ ഒന്ന് ഗൈഡ് ചെയ്ത് വരുന്ന മോട്ടോർ സ്പോർട്സ് അല്ല സ്പീഡ് താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഒരു വേദി ഇപ്പം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കേരളീയ മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഒരു ക്ലബ്ബ് തന്നെ ഇപ്പൊ ഫോം ചെയ്തു. സോ അതിന്റെ വിമൻ ചെയർപേഴ്സൺ ആണ്. നമ്മള് അപ്കമിങ് മോട്ടോർ സ്പോർട്സ് എൻതൂസിയാസ്റ്റുകൾക്കൊക്കെ കുറച്ചുകൂടെ വേദികൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി. ഇനി അങ്ങനെ ഒരുപാട് പേർക്ക് അതൊരു ഗൈഡൻസ് ആണ്. മാത്രല്ല അത് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും റീച്ചബിൾ ആവുകയും കൂടി ചെയ്യാണല്ലോ. അത് തന്നെയാണ് അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ നൽകുന്ന അംഗീകാരം. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ആതിര. താങ്ക് യു സോ മച്ച്. അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് നൽകുന്നതിനായിട്ട് ഞാൻ നമ്മുടെ ശരത്തേട്ടനെ ഒന്ന് വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. Next category, Amrita TV Digital Media Awards 2025. Best Kids Vlog Popular goes to Tia and Advik. നന്മയുടെ ദീപം തെളിയട്ടെ. കേരളത്തിലെ 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ ചാനലുകളിൽ ഒരു വർഷം കൊണ്ട് 1 മില്യൺ കടന്നതിന്റെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ് എന്നിവ നേടിയ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ. അനിയനോടൊപ്പമുള്ള കുറുമ്പ് വർത്തമാനങ്ങളും കളിയും ചിരിയുമൊക്കെയുള്ള വീഡിയോകളിൽ മുഴുവൻ നിറയുന്നത് ബാല്യത്തിന്റെ കുസൃതിയും നിഷ്കളങ്കതകളും. സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന കുട്ടിയായും ക്ലാസ് എടുക്കുന്ന ടീച്ചറായും ഒക്കെ മികച്ച പ്രകടനങ്ങൾ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരെയും ഫോളോവേഴ്സ് ആക്കാൻ പ്രേരിപ്പിക്കുന്ന കിഡ്സ് ടാലന്റ്, എക്സ്പെരിമെന്റ്, മാജിക്, ട്രാവലിംഗ്, അൺബോക്സിംഗ് തുടങ്ങിയ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ചെയ്ത പല വീഡിയോകൾക്കും 300 മുതൽ 400 മില്യൺ കാഴ്ചക്കാരെ നേടിയിട്ടുള്ള ടിയക്കുട്ടി ഇപ്പോൾ യൂട്യൂബിൽ 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയ നേട്ടം സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ബെസ്റ്റ് കിഡ്സ് വ്ലോഗർ പോപ്പുലർ 2025 ടിയ ആൻഡ് ആദ്വിക് ചാത്തൻകുളം. Congratulations, Tia, Advik. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. അമൃത TV നൽകുന്ന 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ്. ആദ്യമേ ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? അമൃത TV, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് അവാർഡ്. ആൻഡ് ഇതെന്റെ 9th അവാർഡാണ്. സോ 9ാമത്തെ അവാർഡാണോ? സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. പിന്നെന്ന് പറയുന്നത് ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ ഇസ് നിയറിംഗ് 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അപ്പൊ 1 മില്യൺ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്? 1 മില്യൺ ഞാൻ എല്ലാ 1 മില്യൺ. അതെ, ആദ്യത്തെ 1 മില്യൺ സെലിബ്രേറ്റ് ഹിമാലയത്തിലായിരുന്നു. ഹിമാലയത്തിലായിരുന്നു. അത് ദുബായിൽ സെലിബ്രേറ്റ് ചെയ്ത് എന്താ 2 മില്യൺ. 2 മില്യൺ. അപ്പൊ 5 മില്യൺ എവിടെ സെലിബ്രേറ്റ് ചെയ്യണേ? അത് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല. മമ്മ പറയും. മമ്മ ഒന്ന് ചോദിക്കാനോ സോപ്പ് ഇടൂ പ്ലീസ്. മമ്മ ഒന്ന് എഴുന്നേറ്റ് നോക്കട്ടെ. മക്കളെ വല്ല വൈറ്റിലേ ആയിരിക്കും. ഫ്ലൈറ്റ്സ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ആക്ച്വലി വി ആർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. സോ അപ്പം ആ എയർപോർട്ടിൽ വെച്ചിട്ട് അവരുടെ സർപ്രൈസ് ക്യാപ്ചർ ചെയ്യാനാണ് ഞാനും ഹസ്ബൻഡും ശ്രമിക്കുന്നത്. സോ ആ പ്ലേസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലമായിരിക്കും. ഓരോ മില്യണിനും ഓരോ സ്ഥലത്താണ്. അപ്പോ അത് സോ അമേസിങ് കേട്ടോ.
അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ പോട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ടിയ രാജ്വേക്, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. അടുത്ത കാറ്റഗറി ബെസ്റ്റ് കിഡ്സ് വ്ലോഗ് എമർജിംഗ്. ഈ ഒരു കാലയളവ് കൊണ്ട് തന്നെ ശരിക്കും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും ഒരുപാട് ആൾക്കാരുടെ ഹൃദയവും ഒക്കെ കവരാൻ സാധിച്ച എമർജിംഗ് ബെസ്റ്റ് കിഡ്സ് വ്ലോഗ് 2025 ഈ അവാർഡ് നേടുന്നത് നന്ദുട്ടി. കുറുമ്പും കുസൃതികളും കിളിങ്ങുന്ന ചിരിയും കുട്ടിവർത്തമാനങ്ങളും നിറഞ്ഞ ഒരു കുട്ടിക്കുറുമ്പുകാരി, കൂടെ കൊഞ്ചിച്ചും കളിപ്പിച്ചും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരമ്മ. ക്രോപ്പ് ചെയ്ത മുടിയുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ന്യൂജൻ മാമാട്ടിക്കുട്ടിയമ്മ. ഈ അമ്മയും മോളും തീർക്കുന്ന തരംഗങ്ങൾ കുട്ടികൾക്കൊപ്പം മുതിർന്നവരുടെ മനസ്സിലെയും നിഷ്കളങ്കതയെയാണ് തൊടുന്നത്. അതുകൊണ്ട് ഫാം ഓഫ് നന്ദുട്ടി എന്ന ചാനൽ തേടിയെത്തുന്നവരെല്ലാം ഫാൻ ഓഫ് നന്ദുട്ടിയായി മാറുന്നു. ബെസ്റ്റ് കിഡ്സ് ബ്ലോഗർ എമർജിംഗ് 2025 ഫാം ഓഫ് നന്ദുട്ടി. ചക്രക്കുട്ടി, മോൾക്കുള്ള അവാർഡ് ആദ്യം തരാം അല്ലേ? ശരതങ്ങളാണ് തരുന്നത് കേട്ടോ. മോളെക്കാളും വലുതാണല്ലോ അവാർഡ്. 20,000 രൂപയുടെ ക്യാഷ് പ്രൈസ് അമൃത TV നൽകുന്നത്. ഷോ നന്ദുട്ടിയെക്കാളും വലിയ ചെക്കാണല്ലോ. ആഹാ, ആരൊക്കെ മോളുടെ കൂടെ വന്നിട്ടുള്ളേ? അമ്മ അച്ഛന്. അമ്മയും അച്ഛനും എവിടെ? എഴുന്നേറ്റ് നിന്നേ കാണട്ടെ. ആ ഒളിച്ചിരിക്കുന്നതാണോ മക്കളെ അമ്മയും അച്ഛനും? ഓക്കെ. അമ്മയും അച്ഛനാണോ ഫുൾ വീഡിയോ ഒക്കെ എടുക്കണേ? ആണോ? ഈ അമ്മയും അച്ഛനും ടിക്ടോക്കിലുണ്ടോ? ഇല്ല. അവര് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നോ പണ്ട്? ഇല്ല. ഈ ടിക്ടോക്കിലൂടെ പ്രണയിച്ച രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളത് നിങ്ങളാണോ? ആണോ? എന്താ ഒന്ന് ഉത്തരം പറയാതെ മോഹം മറച്ചു നിൽക്കുന്നേ? സത്യമല്ലേ? നാണോ? രണ്ടുപേരും വരും, വേദിയിലോട്ട് വരും. ടിക്ടോക്ക് വഴി അതാണോ? ആ കപ്പിളാണോ നിങ്ങൾ? ആണല്ലേ? ഓ ശരി. അഭിനയിച്ചോ അപ്പൊ ഈ ഇടയ്ക്ക് ഞാനും മോള് റോഡിലുണ്ടായിരുന്നു. ആണോ? ഓ അതിലെ റോഷന്റെ മോളായിട്ട്. റോഷന്റെ മകളായിട്ട്. മാത്രമല്ല നന്ദുട്ടി നന്നായിട്ട് പാട്ട് പാടുന്നു കേട്ടല്ലോ. പാട്ട് പാടുമോ മക്കളെ? ഏത് പാട്ടാ പാടണേ? കാക്ക കാക്കയാണോ പാടാൻ മോളെ? എന്നാ പാടിക്കോ കേക്കട്ടെ. കൂടിവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനൊരു തീറ്റ കൊടുക്കാനായി കുഞ്ഞ് കിടന്ന് കരങ്ങില്ലേ. ആ സൂപ്പർ. സംഗതി പോരെ. ഇതിൽ കൂടുതൽ എന്ത് മാർക്കാ വേണ്ടേ? കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. നമുക്കൊരു ക്വിക്ക് വേർഡ് ഓഫ് താങ്ക്സ് ടു അവർ സ്പോൺസേഴ്സ്. ഷൗട്ട് ഔട്ട് മൈജി ഫ്യൂച്ചർ, ഡെവൻ ഫുഡ്സ്, ലിയോ ഹോസ്പിറ്റൽ വയനാട്, ഫൈൻ ഡേ ഹോംസ്, ആക്വസ്റ്റാർ, ഡെസ്റ്റിനേഷൻ ക്യാപ്ചർ, കൈരളി അഗ്രികൾച്ചർ, സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വൈദ്യരത്ന ഔഷധശാല ആൻഡ് ലൈഫ് പ്ലാനർ സ്റ്റഡീസ്. നമ്മുടെ ഈ ഒരു യൂട്യൂബിന്റെ മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ മേഖലകളിൽ പല നീഷുകൾ കണ്ടെത്തും. അതിനകത്ത് ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ രസമുള്ള നീഷാണ് അഗ്രികൾച്ചർ, ഫാമിംഗ്. അതിനകത്ത് ഫിഷ് ഫാമിംഗ് ഉണ്ട്, എല്ലാ തരത്തിലുമുള്ള അഗ്രികൾച്ചർ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാനായിട്ട് ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. പോപ്പുലർ അഗ്രികൾച്ചറൽ ചാനൽ ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ക്യാഷ് അവാർഡ് കൊടുക്കാനായിട്ട് കൈരളി അഗ്രികൾച്ചർ ചെയർമാൻ മിസ്റ്റർ KV അശോകനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. Let me welcome Mrs. Nisha Raju and of course the marketing head Jesslyn James onto the stage. നമുക്ക് നൽകുന്ന സപ്പോർട്ടിന് പ്രത്യേകമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹോപഹാരം. The most popular agricultural channel ഈ വർഷം 2025 ഈ അവാർഡ് നൽകി ആദരിക്കുന്നത് വെറൈറ്റി ഫാമർ. നന്മയുടെ ദീപം തെളിയട്ടെ,
മണ്ണിൽ പൊന്നു വിളയിച്ച കിഴക്കിന്റെ വെനീസുകാരൻ. തെക്കൻ കേരളത്തിലെ പച്ചക്കറി കൃഷിയുടെ ആസ്ഥാനമായ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ചൊരിമണലിൽ ഹൈടെക് ഹരിത വിപ്ലവം തീർത്ത യുവാവായ കൃഷിക്കാരൻ. സംസ്ഥാന കൃഷി വകുപ്പ് കൃഷി പഠിക്കാൻ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയ കർഷക സംഘത്തിലെ ഒന്നാമൻ. 2020 യുവജനക്ഷേമ ബോർഡിന്റെ അവാർഡ്, 2023 യൂത്ത് ഐക്കൺ അവാർഡ്. അതേ വർഷം സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള ഹരിതമിത്രം പുരസ്കാരം. സൂര്യകാന്തി കൃഷി ഉൾപ്പെടെ വെറൈറ്റി ഫാമിംഗ് ആണ് ഈ വെറൈറ്റി ഫാർമറുടെ പ്രത്യേകത. മണലിൽ വിത്തിനൊപ്പം സ്വപ്നങ്ങളും വിതച്ച് പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക രംഗത്തെ യങ് സ്റ്റാർ. ബെസ്റ്റ് അഗ്രികൾച്ചറൽ ചാനൽ പോപ്പുലർ 2025 വെറൈറ്റി ഫാർമർ സുജിത്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ. ആൻഡ് ദ ക്യാഷ് പ്രൈസ് നിങ്ങൾ 3 പേരും ചേർന്ന് ആ ക്യാഷ് പ്രൈസ് അദ്ദേഹത്തിന് നൽകാം. കൈരളി അഗ്രികൾച്ചറിന്റെ ചെയർമാൻ മിസ്റ്റർ KV അശോകൻ, മിസസ് നിഷ രാജു, ദ മാർക്കറ്റിംഗ് ഹെഡ് ജസ്ലിൻ ജെയിംസ്, ഇവർ 3 പേരും ചേർന്നാണ് ഈ ഒരു ക്യാഷ് പ്രൈസ് നമ്മുടെ സുജിത്തിന് വെറൈറ്റി ഫാമറിന് നൽകുന്നത്. അമൃത ചാനൽ സപ്പോർട്ട് തരാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിന് മേലായി. കാർഷിക മേഖലയിൽ തുടങ്ങിയ കാലം മുതൽ എൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിലും നല്ല സ്റ്റോറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2025 എന്നെ ഇവിടെ ഒരു അവാർഡിനായിട്ട് പരിഗണിച്ചതിന് ഏറെ സന്തോഷം. ഡെഫിനറ്റ്ലി ഭയങ്കര ഒരു എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുപോകേണ്ട വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് വെറൈറ്റി ഫാമറിൻ്റെത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. Amrita TV Digital Media Awards 2025 Emerging Agricultural Channel. This goes to San Rem Vlogs. Video. നന്മയുടെ ദീപം തെളിയട്ടെ. മണ്ണിന്റെ മനസ്സറിഞ്ഞ 1000 അനുഭവ പാഠങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്ക് പകർന്ന ദമ്പതിമാർ. വ്യത്യസ്ത കൃഷിരീതികൾ, മികച്ച വിളവിനുള്ള ലളിതമായ മാർഗങ്ങൾ, പാരമ്പര്യവും ആധുനികവുമായ വളപ്രയോഗത്തിന്റെ സാധ്യതകൾ തുടങ്ങി ഓരോ വീഡിയോയും കർഷകർക്കുള്ള ഒരു പുതിയ ടെക്നോ ടച്ച് പാഠങ്ങളായി മാറ്റുന്ന സൂക്ഷ്മത. മണ്ണിലെ ജീവന്റെ തുടിപ്പറിഞ്ഞ് വിത്തിടുന്നത് പോലെ ഡിജിറ്റൽ വേൾഡിലെ തുടിപ്പറിഞ്ഞ് വീഡിയോ ഇട്ട് ലൈക്കുകളുടെയും നല്ല കമന്റുകളുടെയും വിളവെടുക്കുന്ന എമേർജിംഗ് ചാനൽ. ബെസ്റ്റ് അഗ്രികൾച്ചറൽ ചാനൽ എമേർജിംഗ് 2025. സന്ദീപും രമ്യയും ചേർന്നൊരുക്കുന്ന സാൻ റെം വ്ലോഗ്. Congratulations. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളതല്ല ഇങ്ങനെ ഒരു അവാർഡ്. അമൃത TV പോലെയുള്ള ഒരു വലിയ ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് സ്വപ്നം കണ്ടതുപോലുമല്ല. അപ്പം അമൃത TVക്ക് ഒരുപാട് നന്ദി. ഒപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നിങ്ങളാണ് ഞങ്ങളെ ഈ അവാർഡിന് അർഹരാക്കിയിട്ടുള്ളത്. കേരളത്തിലെ പഴയ കാലത്ത് എല്ലാവരും കൃഷി ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, എല്ലാ വീട്ടിലും. അതുപോലെ തന്നെ എല്ലാവരും കൃഷി ചെയ്യണം. കാര്യം വിഷമയമായ ആഹാരം നമുക്ക് കഴിച്ചാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു 10-12 ഗ്രോ ബാഗെങ്കിലും വീട്ടിൽ എല്ലാവരും വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഉള്ള കാലം നന്നായിട്ട് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 അടുത്ത കാറ്റഗറി. ഈ കാറ്റഗറിയും തീർച്ചയായും ഒരുപാട് പേര് സീക്ക് ഔട്ട് ചെയ്ത് കാണുന്ന വീഡിയോസ് ആണ്. ബെസ്റ്റ് സ്പിരിച്വൽ വ്ലോഗർ പോപ്പുലർ. ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് സ്പിരിച്വൽ വ്ലോഗർ പോപ്പുലർ ഗോസ് ടു വ്യാസൻ. വീഡിയോ പ്ലീസ്. നന്മയുടെ ദീപം
ദീപം തെളിയട്ടെ. സനാതനധർമ്മത്തിലെ പുതിയ അറിവുകൾ, അവയുടെ അർത്ഥതലങ്ങൾ, പ്രായോഗിക വശങ്ങൾ എന്നിവ ലളിതമായും ആധികാരികമായും അവതരിപ്പിച്ച് ആധ്യാത്മിക പണ്ഡിതരുൾപ്പെടെയുള്ളവരുടെ പ്രശംസ നേടിയ സ്പിരിച്വൽ വ്ളോഗർ. ഭക്തനും ഭക്തിയും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും ലൗകിക ജീവിതത്തിൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പുരാണ കഥകളിലൂടെ പറയുന്നതാണ് ഈ പ്രഭാഷകനായ IT പ്രൊഫഷണലിന്റെ പ്രധാന പ്രത്യേകത. ആധ്യാത്മിക വിഷയങ്ങളെ തന്റേതായ ശൈലി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോപ്പുലറാക്കിയ വ്ളോഗർ. ബെസ്റ്റ് സ്പിരിച്വൽ വ്ളോഗർ പോപ്പുലർ 2025 വ്യാസൻ PM. നന്മയുടെ ദീപം തെളിയട്ടെ. മേന്മയുടെ പാതയിൽ ഉയരട്ടെ. അമൃത TV നൽകുന്ന 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ്. വ്യാസൻ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. യുവർ ക്രൗഡ്. നാരായണ, വളരെയധികം സന്തോഷം. നമുക്ക് ഏറ്റവും കൂടുതൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമാവുക. ഞാനൊരു അമൃത ഫാമിലി മെമ്പറാണ്. അമൃത TVയിൽ സന്ധ്യാദീപം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമാവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ ഒരു അമൃത ഫാമിലി, ഈ ഫ്ലോർ എന്റെ ഫ്ലോറാണ്. അവിടെ വെച്ച് ഈ ഒരു ആദരവ്, ഈ ഒരു സ്നേഹം, അമ്മയുടെ സ്നേഹം കിട്ടാതിൽ ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു, അമ്മയോട് നന്ദി പറയുന്നു. ഞാൻ എന്റെ പ്ലേലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ടാണ് സിന്ധുരേഖയിലെ പ്രണതോസ്മി ഗുരുവായൂർ ഉപദേശം. എനിക്കതൊന്ന് ശരസാർന്ന് പാടി കേൾക്കണം എന്നൊരു താല്പര്യമുണ്ട്. പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം പ്രേമാശ്രുവാൽ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം വ്രതഭരിത തത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം അവാർഡിനേക്കാളും വലിയ സമ്മാനം കിട്ടിയല്ലോ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാ ഭാഗ്യവും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ. മേന്മയുടെ പാതയിൽ ഉയരട്ടെ. ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. Moving on to the next category, Best Spiritual Vlogger Emerging. This award goes to Sarita Hari. നന്മയുടെ ദീപം തെളിയട്ടെ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹിമയും അവിടുത്തെ ആചാരങ്ങളുടെയും വിശേഷങ്ങളുടെയും ആഴമുള്ള സൗന്ദര്യവും ദശലക്ഷക്കണക്കിന് ഭക്തരുടെ മുൻപിലെത്തിച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ബ്ലോഗർ. പഴമയുടെ കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും വെളിച്ചം അതേപടി കാഴ്ചക്കാരിലേക്ക് പകരുന്ന ശ്രവ്യമധുരമായ അവതരണ ശൈലി. ആത്മീയ വിഷയങ്ങളിൽ ലളിതവും സമഗ്രവും ഭക്തിഭാവത്തോടെയുമുള്ള സമീപനത്തിലൂടെ ഡിജിറ്റൽ ലോകത്ത് ഗുരുവായൂരപ്പന്റെ നാമത്തിൽ ആധ്യാത്മികതയുടെ ദീപം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് സ്പിരിച്വൽ വ്ലോഗർ എമർജിംഗ് 2025 സരിത ഹരി. നന്മയുടെ ദീപം തെളിയട്ടെ. മേന്മയുടെ പാതയിൽ ഉയരട്ടെ. ഹൃദയത്തിൽ പ്രതീക്ഷ. അമൃത TV നൽകുന്ന 20,000 rupees. സരിത, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മിഥുൻ സർ. വാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ സന്ധ്യാദീപത്തിന് ഇവിടെ ഈ ഫ്ലോറിൽ നിന്നിട്ടാണ് ഞാൻ ആങ്കറിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ക്രൂ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് മാത്രമാണ് ഉണ്ടാവുക. ഇപ്പം ഇത്രയും അധികം ആൾക്കാർ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നണേ. ഇപ്പോഴും ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് എനിക്ക് എന്താ പറയുക, വാക്കുകൾക്ക് അതീതമാണ് എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ അമൃത TVയിൽ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് 5 months ആയിട്ടേ ഉള്ളൂ. ഈ ഒരു 5 months ഉള്ളിൽ എനിക്ക് ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ തന്ന അമൃത TVക്ക് ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സരിത. താങ്ക് യു. നന്മയുടെ ദീപം തെളിയട്ടെ. മേന്മയുടെ പാതയിൽ ഉയരട്ടെ.
ഹൃദയത്തിൽ പ്രതീക്ഷ. ബാക്കി എല്ലാ കൈയടിയും ചേർത്ത് കൊടുക്കേണ്ടതാ ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തിക്ക് കൊടുക്കണം. കാരണം എന്താ, നമുക്ക് വേണ്ടി പറഞ്ഞ അവാർഡുകളെല്ലാം കൊടുത്തത് മാത്രമല്ല, ആ സമയത്തെല്ലാം ഈ നിന്ന ആൾക്കാരെ എല്ലാം എന്റർടൈൻ ചെയ്ത് അവരെയും ചിരിപ്പിച്ച് നമ്മളെയും ചിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ശരത് സാറിന് ഒരു വലിയ കൈയടി എല്ലാവരും ചേർന്ന്. അപ്പോൾ ഈ അവാർഡ് കിട്ടിയ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശരതേട്ടാ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഓഫ് കോഴ്സ് ഈ വർഷം അവസാനിക്കുമ്പോൾ എന്ത് നല്ല രസമുള്ള ഒരു നോട്ടിലാണല്ലേ അവസാനിക്കുന്നത്. കാരണം നമുക്കിന്ന് ഇവിടെ കൊണ്ടുവന്ന അവാർഡ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഓരോരുത്തരും ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനിലാണ്. ഒരുപാട് പേർക്ക് അവരുടേതായിട്ടുള്ള ഒരു നീഷ് കാവ് ചെയ്ത് അവരുടെ ആ നീഷിൽ അവർക്ക് വേണ്ട എല്ലാ പ്രാഗൽഭ്യത്തിലും ഒരു വീഡിയോ ചെയ്യാൻ അറിയാമെങ്കിൽ അത് വച്ച് എത്രത്തോളം ആൾക്കാരിൽ എത്തിക്കാം എന്നുള്ളതും, എന്തിന് അവർക്ക് വേണ്ടി അവർക്ക് ഉപകാരപ്രദമായിട്ട് ഇവരുടെയൊക്കെ ഓരോ വീഡിയോസും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതും ഒക്കെ നമുക്ക് എല്ലാവർക്കും പാഠമാണ്. അപ്പൊ അടുത്ത വർഷം എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ആൾക്കാർ, ഇപ്പൊ 4.5 ലക്ഷം ആൾക്കാരാണ് യൂട്യൂബ് ചാനൽ നടത്തുന്നതെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ കേരളത്തിൽ യൂട്യൂബ് ചാനൽ നടത്തട്ടെ. അവരുടേതായിട്ടുള്ള ഒരുപാട് നീഷുകൾ അവർക്ക് കാർവ് ചെയ്യാൻ സാധിക്കട്ടെ. അവർക്കൊക്കെ അവാർഡ് കൊടുക്കാൻ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2026 സാധിക്കട്ടെ എന്നാണ് എല്ലാരോടും പറയാനുള്ളത്. ഒരാഘോഷം, ഒരു അടിച്ചുപൊളി. വൈകാശ് ആൻഡ് കീർത്തന രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർ ഒരു കിട്ടിലം പെർഫോമൻസ് കാണാൻ. മുത്തമഴ ഇങ്ങ കൊട്ടിത്തീരാതോ, മുല്ലയിരവുകൾ പത്തിയേറിയാതോ, ചാരോദം മാരോദം ദം ഇങ്ങ് ഉന്തൻ കയ്യിൽ സ്വർഗം, പൊല്ലയിരവോ சொல்லாரவோ இல்ல ஒருவனை வேண்டி எங்கும் உசுரோ கண்ணாளா என்னாளா பெண்ணாளா இன்னும் வரும் எந்தன் கதையே எந்தன் கதை இன்னும் வரும் எந்தன் கதையே எந்தன் கதை நிச ச ச ச நிச ரி ச ச ச நிச ச ச ச நிச ரி ச ச ச தோம் த தீம் தன தோம் தன தோ தீம் தன தோம் தன தீம் தன தோ தீம் தன தோம் தன தீம் தன தோ காலை கனவினில் காதல் கொண்டேன் கண் விழித்தேன் அவன் காணவில்லை கண் விழித்தேன் அவன் காணவில்லை கண் விழித்தேன் அவன் காணவில்லை என்னோடு உன்னை ஒன்றாக்கும் வரை என்ன செய்தும் வலி தீரவில்லை கண்ணான கண்ணே என் கண்ணாளா என்னுள் மன காதலை கண்டாயா கருமை கொண்ட கண்ணோக்கி போய் சொல்லி நின்றாயா போதும் போதும் என சென்றாயா காதல் வந்தாலும் போனாலும் பெண் என்ன செய்வாயோ தினவயல் கரையில் இளவையில் காதிரு പൊളിയില കരയാൻ പുടവനെയുമ്പോ പുലരി മഞ്ഞു നനഞ്ഞു നിന്നൊരു പവിഴമലരിനു നൽകുവാൻ ഒരു മുഴം ഒരു മുഴം പൂഞ്ചേല വാങ്ങാൻ പോ കുളിരിളം കാറ്റ് ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പക ചൂട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി പൂങ്കാറ്റിതെങ്ങു പോയി எஞ்சாமி தந்தானே எல்லாமே எஞ்சாமி தந்தானே எனக்கும் தந்தானே எல்லாமே உனக்கும் தந்தானே ஏ அஞ்சாமி தந்தானே எல்லாமே அஞ்சாமி தந்தானே
தென்னையும் தந்தானே காத்தார திண்ணையும் தந்தானே நிம்மதி நெஞ்சுக்கு தூரம் என்ன சொன்னது யாருன்னு கூறுப்புள்ள சாமிக்கு நீ வேறு நான் வேறில்ல பூமிக்கு யாருமே பாரமில்ல ஏட்ட வச்சான் எழுத வச்சான் பாட்ட வச்சான் படிக்க வச்சான் மேக வச்சான் மழைய வச்சான் விளைய வச்சானே ஏட்ட வச்சான் எழுத வச்சான் பாட்ட வச்சான் படிக்க வச்சான் மேக வச்சான் மழைய வச்சான் விளைய வச்சானே ஏஹே அஞ்சாமி தந்தானே எல்லாமே அஞ்சாமி தந்தானே எனக்கும் தந்தானே எல்லாமே உனக்கும் தந்தானே